എല്ലാവർക്കും നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജനുവരി 12-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ആരുടെ കഥയാണ് ഇന്ദ്രധനുസ്? ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്? നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്? ആരുടെയാണ്? ഇന്ദ്രൻസ്. ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഏത്? ഇന്ദ്രധനുസ്. ഓർത്തിരിക്കുക, ഇന്ദ്രൻസ്, ഇന്ദ്രധനുസ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. ഓക്കെ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24 വേദി. അപ്പൊ ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസം ഏതാണ്? മിലാൻ 24. ഓക്കെ. ഇനി അതിന്റെ വേദി എവിടെയാണ്? ഇനി അതിന്റെ വേദി വരുന്നത് വിശാഖപട്ടണത്താണ്. എവിടെയാണ്? വിശാഖപട്ടണം. ക്ലിയർ ആണല്ലോ? ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദി വിശാഖപട്ടണമാണ്. ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, റിപ്പബ്ലിക് ഓഫ് അങ്കോളിയയിൽ ഇന്ത്യയുടെ പുതിയ അംബാസഡറായ മലയാളി. റിപ്പബ്ലിക് ഓഫ് അങ്കോളിയയിൽ ഇന്ത്യയുടെ പുതിയ അംബാസഡറായ മലയാളി ആരാണ്? ഡോക്ടർ വിധു പി നായർ. ഡോക്ടർ വിധു പി നായരാണ് റിപ്പബ്ലിക് ഓഫ് അങ്കോളിയയുടെ പുതിയ അംബാസഡർ. ഓക്കെ. ഇനി നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2023 സ്വച്ഛ് സർവേഷൻ ക്ലീൻ സിറ്റി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ നഗരം. 2023 സ്വച്ഛ് സർവേഷൻ ക്ലീൻ സിറ്റി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ നഗരം ഏതാണ്? ആലപ്പുഴയാണ്. ഏത് നഗരത്തിനാണ് ലഭിച്ചത്? ആലപ്പുഴ. ഓർത്തിരിക്കുക. ഓക്കെ. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ എന്താണ്? കടൽ പാലം ഏതാണ്? ഏതാണ്? അടൽ സേതു. കടൽ പാലം ഏതാണ്? അടൽ സേതു. ഇനി എത്ര ദൂരമുണ്ട് ഇത്? 22 കിലോമീറ്റർ ദൂരമുള്ള കടൽ പാലമാണ് ഏത്? അടൽ സേതു. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ആരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. ആരാണ്? PN ഗോപികൃഷ്ണൻ. 2023 നൽകുന്ന ഓടക്കുഴൽ അവാർഡ് എത്രാമതാണ്? 53ാമത് ഓടക്കുഴൽ അവാർഡാണ് 2023 നൽകുന്നത്. എത്രാമത്തെയാണ്? 53ാമത്. ഇനി PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന പുസ്തകത്തിനാണ് എന്ത് കിട്ടിയത്? ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. ഏതിനാണ്? കവിത മാംസഭോജിയാണ് എന്ന പുസ്തകത്തിന്. ഓക്കെ, ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. 2024 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. ഇന്ത്യക്ക് മൊത്തം എത്ര അയൽ രാജ്യങ്ങളുണ്ട്? 9 അയൽ രാജ്യങ്ങളുണ്ട്. ഇതിൽ കര അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട്? 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത്. 2 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി എന്ത് പങ്കിടുന്നത്? കടൽ അതിർത്തി പങ്കിടുന്നത്. ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 9ാമത്തെ ചോദ്യം, ദേശീയ യുവജന ദിനം എന്നാണ്? ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12-നാണ് ദേശീയ യുവജന ദിനം. എന്നു മുതലാണ് ദേശീയ യുവജന ദിനം ആചരിച്ചു തുടങ്ങിയത്? 1985 മുതലാണ് ദേശീയ യുവജന ദിനം ആചരിച്ചു തുടങ്ങിയത്. നമ്മൾ ഈ ജനുവരിയിൽ വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് ഡേയ്സ് പഠിച്ചായിരുന്നു. നമുക്കൊന്ന് ഓർത്തു നോക്കാം അത് ഏതൊക്കെയാണെന്ന്. ലോക ഹിന്ദി ദിനം എന്നായിരുന്നു? ജനുവരി 10-നായിരുന്നു. ഇനി പ്രവാസി ഭാരതീയ ദിവസോ? ജനുവരി 9-നായിരുന്നു. ദേശീയ പക്ഷി ദിനം ജനുവരി 5. ലോക ബ്രെയിലി ദിനം ജനുവരി 4. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ദിവസം ഏതാണ്? ലോക യുവജന ദിനം. ഓർത്തിരിക്കുക ഇത്രയും ദിവസങ്ങൾ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ ഡിസംബറിൽ ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒക്കെ നമ്മൾ എല്ലാ കറണ്ട് അഫയേഴ്സ് വീഡിയോസിലും ഡിസംബറിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം. ഡേറ്റ്സിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 10ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കുന്ന ആദ്യ വിദേശ സർവകലാശാല. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കുന്ന ആദ്യ വിദേശ സർവകലാശാല ഏതാണ്? ഡിക്കീൻ യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയ. ഡിക്കീൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ ആണ് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല. ഇനി എവിടെയാണ് ഇത് വരാൻ പോകുന്ന ഈ ക്യാമ്പസ്?
ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് ഡീക്കിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആരംഭിക്കുന്നത്. എവിടെയാണ്? ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. ഗുജറാത്തിന്റെ ക്യാപിറ്റലാണ് ഗാന്ധിനഗർ. ഓക്കെ, ഓർത്തിരിക്കാം. നമുക്ക് നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം, 2023 AFC ഏഷ്യൻ കപ്പിന് വേദിയാകുന്ന രാജ്യം. 2023 AFC ഏഷ്യൻ കപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഖത്തറാണ്. ഏതാണ്? ഖത്തറാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ്. ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഓർത്തിരിക്കുക. നമ്മുടെ 13ാമത്തെ ചോദ്യമാണ്, നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് ഇന്നത്തെ. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? VU ജോസ് ആണ്. ആരാണ്? VU ജോസ്. ഓക്കെ, അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റൂട്ടഡ് ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു.